ഹായ്, നമുക്കിന്ന് സദ്യ സ്റ്റൈൽ സാമ്പാർ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്ന് കാണിക്കുന്നത് തിരുവനന്തപുരം സദ്യക്ക് വിളമ്പുന്ന സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. സാമ്പാർ പൊടി ഉപയോഗിക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 120 ഗ്രാം വരും. ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിർത്തൊന്നും എടുത്തിട്ടില്ല, നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ട് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ കുക്കറിലല്ലാതെയാണ് വേവിക്കുന്നതെങ്കിൽ 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പോൾ കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ 5 കൊത്തമര എടുത്തിട്ടുണ്ട്. നല്ല വലുതായതുകൊണ്ട് ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. സാധാരണ മുറിച്ചിടാറില്ല, നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ അത്രയൊക്കെ ഉള്ളതാണെങ്കിൽ മുറിച്ചിടേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണം മാറും കേട്ടോ, നന്നായിട്ട് വെന്ത് വരണം. ഹോക്കിൻസിൻ്റെ ഒക്കെ കുക്കറാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, 1-2 വിസിൽ മാത്രം മതി. പരിപ്പ് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഇതിന് ആവശ്യമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക. അപ്പോൾ ഈ സാമ്പാറിന് വെള്ളരിക്ക ഇടുമ്പോൾ തോല് കളയാറില്ല, നന്നായിട്ട് കഴുകിയതിന് ശേഷം മുറിച്ചെടുക്കുക. പിന്നെ ഒരു ചെറിയ കത്തിരിക്ക എടുത്തിട്ടുണ്ട്, ഇതിന് ചില സ്ഥലത്ത് വഴുതനങ്ങ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു മീഡിയം സൈസ് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, അതിൻ്റെ പുറമേ ഒന്ന് ചുരണ്ടി കളഞ്ഞതിന് ശേഷമാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, തോല് കളയാതെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ 2 മുളക്. സാധാരണ തിരുവനന്തപുരം സാമ്പാറിൽ പച്ചമുളകല്ല ഇടുന്നത്, സാമ്പാർ മുളകാണ് ഇടുന്നത്. അതിന് എരിവും കുറവാണ്, നല്ല ടേസ്റ്റുമാണ്. പക്ഷെ അത് ഇവിടെ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തത്. അപ്പം അത് കിട്ടുന്നവരാണെങ്കിൽ അതിടുക. ഈ സാമ്പാറിന് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കാറില്ല, അതിന് പകരം ചേമ്പ് കിഴങ്ങാണ് ചേർക്കാറ്. ഇതുപോലത്തത് തോല് കളഞ്ഞതിന് ശേഷം മുറിച്ചിട്ടൊക്കെയാണ്. ഒരെണ്ണം കുറച്ച് വലുതായിരുന്നുകൊണ്ട് 4ആയിട്ടാണ് മുറിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ മാത്രം 2ആയിട്ട് മുറിച്ചിടുക, ചെറുതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുമ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും പച്ചക്കറികൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പാർ വയ്ക്കാം, കഷ്ണത്തിൻ്റെ അളവ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്ക ഉണ്ട്, അത് ഈ സമയത്ത് നമ്മൾ ചേർക്കണില്ല, കുറച്ച് വേവ് കുറവായതുകൊണ്ട് നമുക്ക് പിന്നെ ചേർക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി വെച്ച് ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. 2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി, ക്യാരറ്റ്, വഴുതനങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, പടവലങ്ങ, മത്തങ്ങ, ചേമ്പിൻകിഴങ്ങ്, പിന്നെ പച്ചമുളക്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇഞ്ചി ചേർക്കുമ്പോൾ സാമ്പാറിന് ഒരു പ്രത്യേക രുചി വരും. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഈ പച്ചക്കറികളൊക്കെ പകുതി വേവായി വരണം. അപ്പോൾ പച്ചക്കറികളൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 വെണ്ടയ്ക്ക അരിഞ്ഞതും ഒരു വലിയ സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പച്ചക്കറികൾ നന്നായിട്ട് വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ ഒരു വലിയ നെല്ലിക്കയുടെ പകുതി വലിപ്പത്തിനുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അധികം പുളി ആയാലും സാമ്പാറിൻ്റെ ടേസ്റ്റേ അങ്ങ് പോവും, പുളിങ്കറി പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചാൽ മതി. ഇത്രയും പുളി എടുത്തിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കുറച്ച് അലിയാൻ പാടുള്ള പുളിയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി, പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് പുളി പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് പുളിയൊക്കെ കൂടുതൽ ഇഷ്ടമായിരിക്കും, അവർക്കാണെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്താൽ മതി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്ന പൊടി നേരത്തെ വറുത്ത് വെച്ചതാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് വറുത്തെടുക്കണില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം, എന്നാലും കയ്പ്പ് ടേസ്റ്റ് ആയി പോവും. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക.
2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടി അല്ല ചേർത്തത്, സാധാ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നമ്മുടെ നാടൻ സാമ്പാറിന് വേറൊരു ടേസ്റ്റ് വരും, പിന്നെ കളറും കൂടുതലായിരിക്കും, ഒന്ന് ചുവന്നിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ സാധാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചേർക്കാൻ വിട്ടുപോകരുത്. 1/2 ടേബിൾ സ്പൂൺ ശർക്കര, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് 1 പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ നോക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാനൊരു മീഡിയം അളവിനാണ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 4 ഉണക്കമുളക് മുറിച്ചിടാം. 3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉലുവ ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഈ കടുക് വറുത്തത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് വറുത്തത് നമുക്ക് സാമ്പാറിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എരിവും പുളിയും പിന്നെ ചെറിയ മധുരവും ഒക്കെ കൂടിയിട്ട് ഒരു സൂപ്പർ സാമ്പാറാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.